റിപ്പോർട്ടുകളിലേക്ക്. ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ ഇൻഡീസ് സഖ്യത്തിന് കനത്ത തിരിച്ചടി. വോട്ടർ പട്ടിക പരിഷ്കരണം ശരിവെച്ച് സുപ്രീം കോടതി. വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം തുടരാം. 2025 വോട്ടർ പട്ടിക ഒഴിവാക്കില്ലെന്നും സുപ്രീം കോടതി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയിലെത്തിയത് 10-ലധികം ഹർജികളാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. പ്പെടുത്തിരിക്കെ ബീഹാറിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തുവാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തിൽ യുക്തിയും പ്രായോഗികതയും ഉണ്ടെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ കേട്ട സുപ്രീം കോടതി ഭരണഘടനാ പ്രകാരമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പ്രധാനമായും ജസ്റ്റിസ് സുധാൻഷു ധുലിയ, അതേപോലെ തന്നെ ജോയ് മല്യ ഭാങ്ജി എന്നിവരടങ്ങിയ ബെഞ്ച് ഈ വോട്ടർ പട്ടിക പുതുക്കലിനെതിരെ നടത്തിയ ഒരു കൂട്ടം ഹർജികൾ പരിഗണിച്ചപ്പോൾ കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അത് ഭരണഘടനാ പ്രകാരമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുകയുണ്ടായത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് പട്ടികയിൽ മാതാപിതാക്കളുടെ പേരില്ലാത്തവർക്ക് മാത്രമാണ് പൗരത്വം കാണിക്കാൻ 11 രേഖകളിൽ നിന്ന് 11 രേഖകൾ നൽകേണ്ടതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയുണ്ടായി. മാത്രമല്ല 2025 വോട്ടർ പട്ടിക ഒഴിവാക്കരുത് എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭ്യർത്ഥനയും കോടതി ചെവിക്കൊണ്ടു. ആധാർ തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയുണ്ടായി. അതേപോലെ തന്നെ 60% പേർ ഫോമുകൾ നൽകിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നിപ്പോൾ കോടതിയെ ധരിപ്പിക്കുകയുണ്ടായി. ഈ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഭരണഘടനാപരമാണ് എന്നുള്ളത് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഇപ്പോഴും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം തുടരാമെന്നുകൂടി കോടതി പറഞ്ഞിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ബീഹാറിൽ 2003 ഏറ്റവും ഒടുവിലായി വോട്ടർ പട്ടിക പരിഷ്കരിച്ചത്. അന്ന് കമ്പ്യൂട്ടറുകളുടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിന് മുമ്പായിരുന്നു ഇത് നടന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് കൂടുതലായി അതിർത്തി കടന്ന് പലരും എത്തിയവർ ഈ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമുണ്ടായി. വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പ് ധാരാളമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ഒരു നടപടികളിലേക്ക്, അതായത് പ്രത്യേക തീവ്ര പരിഷ്കരണം എന്നുള്ള ഒരു നടപടികളിലേക്ക് കടന്നത്. അതേസമയം RJD അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെതിരെ ശക്തമായി എതിർക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ ബ്ലോക്കായി മുസ്ലിം വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴുമെന്ന് കരുതിയ ND മുന്നണിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ ശരിവെച്ചുകൊണ്ട് നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പോഴും കോടതിയിൽ സംബന്ധിച്ചിട്ടുള്ള വാദങ്ങൾ തുടരുന്നു. ശരി നന്ദൻ.